കിട്ടുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റോട് കൂടി തന്നെ വീട്ടിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം. ഐസ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാണ്. പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൽ ഒരുപാട് മായവും കളറൊക്കെ ചേർത്തിട്ടുള്ളതായിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മാംഗോ ഐസ്ക്രീമാണ്. നന്നായി പഴുത്ത 3 മാങ്ങ തൊലിയെല്ലാം നീക്കിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളമില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. മാംഗോ പ്യൂരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ് വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇപ്പോൾ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വിസ്ക് യൂസ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ പൾസ് മോഡിലിട്ടിട്ട് 2-3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ നമുക്ക് ബീറ്റർ വെച്ച് ചെയ്യുന്ന അത്രയ്ക്ക് അങ്ങോട്ട് സ്റ്റിഫായി കിട്ടില്ല എന്നാൽ പോലും നമുക്ക് ഇതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടിയാലും മതി. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് ആൻഡ് വിപ്പിംഗ് ക്രീമാണ്. ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കേക്കൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അത്രയ്ക്കാണ്ട് സ്റ്റിഫാണോ എന്നൊന്നും ഇല്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരിയാണ്. 1 കപ്പ് മാംഗോ പ്യൂരിയാണ് നമുക്ക് ആകെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. മാങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. വീട്ടിൽ വളരെ ഈസി ആയിട്ട് 2 രീതിയിൽ എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വാനില എസൻസ്. എസൻസിന് പകരം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വാനില പൗഡർ ഉള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തത്. 1/4 ടീസ്പൂൺ വാനില പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എസൻസ് ആണെങ്കിൽ 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഏത് ഫ്ലേവേർഡ് ഐസ്ക്രീം ആണെങ്കിലും അതിലേക്ക് നമ്മൾ അല്പം വാനില കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ശരിക്കും ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ടേസ്റ്റ് നമുക്കപ്പോൾ ഫീൽ ചെയ്യും. എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ മിക്സ് ആവുന്ന രീതിയിൽ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ചേർത്തിരിക്കുന്ന മധുരത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് താല്പര്യപ്രകാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഐസ്ക്രീം ആകുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്കിന് പകരം വേണമെങ്കിൽ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മാംഗോ പ്യൂരിയുടെ അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് മാംഗോ ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. എല്ലാം കൂടെ പതിയെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഐസ്ക്രീം ഇപ്പോൾ ഏതാണ്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് യെല്ലോ കളറാണ് നമ്മുടെ ഐസ്ക്രീമിനോട് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ കളറ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. മാംഗോ എസൻസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇനി നല്ലൊരു ഡാർക്ക് കളറൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഫുഡ് കളർ യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മാംഗോ എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു ക്ലിംഗ് റാപ്പ് യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ട് കവർ ചെയ്യാം. ഇതുപോലെ കവർ ചെയ്തെടുക്കുമ്പോൾ ഐസ്ക്രീമിൻ്റെ മുകളിലൊന്നും ഐസിൻ്റെ തരികളൊന്നും വീഴാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ലിഡ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. ഇനി നമ്മൾ മിനിമം ഇത് 8 മണിക്കൂർ നേരം ഫ്രീസറിൽ വെക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പതുക്കെ ഇതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു പെർഫെക്ഷനോട് കൂടി അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐസ്ക്രീം റെഡിയാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരോടും ബൈ ബൈ.